സെയിൻറ് ആൽബർട്ട്സ് TTI എറണാകുളം 1981-83 ബാച്ച് അലൂമിനി റീയൂണിയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവപരിപാലനയുടെ, സംരക്ഷണത്തിൻ്റെ, കരുതലിൻ്റെ, അനുഗ്രഹത്തിൻ്റെ 40 വർഷക്കാലം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. പക്ഷി ചിറകിൻ്റെ കീഴിലെന്ന പോലെ ജെറുസലേമിനെ സംരക്ഷിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഒത്തുചേരൽ അത്യാഹ്ലാദം, വേർപാടോ മിഴിനീരിടം. പ്രിയരെ, കാലങ്ങൾക്ക് മുന്നേ ഒരുമിച്ച് ഒരേ മനസ്സായി ഒരേ ലക്ഷ്യത്തോടെ അധ്യാപന വഴിയിലേക്ക് എത്തിച്ചേർന്ന ഞാനും നിങ്ങളും പിരിഞ്ഞിട്ടും നാളുകൾക്ക് ശേഷം ഇതുപോലെ ഒത്തുചേരാനും ഒരുമിച്ചിരിക്കാനും സാധ്യമായത് നമ്മളിലൂടെ കടന്നുപോയ ഒരു പറ്റം വിദ്യാർത്ഥികളുടെ സ്നേഹത്തിൻ്റെയും അവരുടെ സന്തോഷത്തിൻ്റെയും പ്രാർത്ഥനയുടെയുമെല്ലാം ബഹിഷ്പുരണമാകാം. മാത്രമല്ല, ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങിയത് നമ്മുടെയെല്ലാം കളങ്കമില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതിഫലനം കൂടിയായിരിക്കണം. ഒരു വ്യാഴവട്ടക്കാലത്തിൻ്റെ അസുലഭ മുഹൂർത്തങ്ങളായ നീലക്കുറിഞ്ഞി പൂക്കളെ പോലെ ആഴ്ചയുടെ ഏതാണ്ട് എല്ലാ ദിവസവും പരസ്പരം പുഞ്ചിരി തൂകിയിരുന്ന കൗമാരക്കാരായ ചെറുപ്പക്കാരായ നാം ഇന്ന് ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എങ്കിൽ പോലും നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്കുറപ്പുണ്ട്, ആരുടെയും മനസ്സിനെ വാർദ്ധക്യം ബാധിച്ചിട്ടില്ലെന്ന്. പണ്ടെപ്പോഴോ കവി പാടിയതുപോലെ, തല നരക്കുന്നതല്ലെൻ്റെ വാർദ്ധക്യം, തല നരക്കാത്തതുമല്ലെൻ്റെ യുവത്വമെന്ന്. ചിന്തകളിലും പ്രവൃത്തികളിലും എപ്പോഴും ചെറുപ്പം സൂക്ഷിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ പുനർസമാഗമന വേളയിലേക്ക്, ഈ ഒത്തുകൂടലിലേക്ക് സ്നേഹാർദ്രമായ സ്വാഗതം. ചിന്നമടിച്ചിട്ട് ഒന്നിങ്ങോട്ട് തിരിഞ്ഞേരി, രണ്ടുപേരും ഒന്നിങ്ങോട്ട് തിരിഞ്ഞേരി. ഒരു മിനിറ്റ്, രണ്ടുപേരും ലൂയിസട്ടോ ഒന്നിങ്ങോട്ട് തിരിഞ്ഞേരി. ഒരു സെക്കൻഡ് ഒന്ന് തിരിഞ്ഞേരി. ഒത്തിരി സന്തോഷം കണ്ടതിൽ പ്രത്യേകം രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ. മരണം വന്നു വിളിച്ചാൽ ആരോടും യാത്ര പറയാതെ, കൂട്ടിവെച്ച മോഹങ്ങളൊന്നും കൂട്ടിനില്ലാതെ നാം ഓരോരുത്തരും പടിയിറങ്ങണം. ഈ ഒത്തുകൂടലിന് ഇവിടെ നമ്മോടൊപ്പം ഇരിക്കാനില്ലാത്ത കുറച്ചു പേരുണ്ട്. അവരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം. ഇരിക്കുന്നവരില്ല, എല്ലാവർക്കും ജോലി കിട്ടിയവരല്ല. അപ്പം അതിൻ്റെയൊക്കെ നമ്മളെ കൈപിടിച്ച് ആ നിലയിലേക്ക് എത്തിച്ച നമ്മുടെ ഈ അധ്യാപകരുടെ പ്രാർത്ഥനയും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഞാൻ ഒരുപാട് നമ്മുടെ അധ്യാപകരെ കുറിച്ച് പറയുന്നില്ല, കാരണം നമ്മുടെ ബാബു സാറും പിന്നെ ഗുരുവന്ദനം നടത്തിയ സെലിനിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഒരുപാട് കാര്യങ്ങൾ എന്നുവെച്ചാൽ ഒരു പക്വതയില്ലാതെ വെറും കുട്ടിക്കളയുമായിട്ട് വന്നു ചേർന്ന ആളുകളാണ് നമ്മളൊക്കെ. കാരണം നമുക്കൊക്കെ അത്രേ ഉണ്ടായുള്ളൂ, 17, 18 വയസ്സ്, 19 അല്ലെ. ചിലർ പ്രീ ഡിഗ്രി കഴിഞ്ഞു വന്നവരുണ്ട്. ഇതിലാകെ പറയാനായിട്ട് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞു വന്നത് നമ്മുടെ വിക്ടോറിയ ഞങ്ങൾക്ക്
കാലം കടന്നുപോയി എത്ര വേഗം, പ്രായവും ഏറെയങ്ങേറിയല്ലോ. ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല, സൗഹൃദം മായാത്ത മുദ്ര പോലെ. കാലം കടന്നുപോയി എത്ര വേഗം, പ്രായവും ഏറെയങ്ങേറിയല്ലോ. ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല, സൗഹൃദം മായാത്ത മുദ്ര പോലെ. കൗമാരം മാറിയതോർമ്മയില്ല, യൗവനം പോയി മറഞ്ഞല്ലോ വേഗം. കൗമാരം മാറിയതോർമ്മയില്ല, യൗവനം പോയി മറഞ്ഞല്ലോ വേഗം. പദവികൾ മാറി നാമേവരുമേ, പലവിധ വേഷത്തിലെത്തിയെന്ന്. പദവികൾ മാറി നാമേവരുമേ, പലവിധ വേഷത്തിലെത്തിയെന്ന്. ഇലകൾ കൊഴിയും പോലിടയ്ക്കായി ചില മുഖമെങ്ങോ മറഞ്ഞുപോയി. ഇലകൾ കൊഴിയും പോലിടയ്ക്കായി ചില മുഖമെങ്ങോ മറഞ്ഞുപോയി. ദളങ്ങൾ വാടും പനിനീർപ്പൂ പോൽ മുഖങ്ങൾ പലതും നരച്ചുപോയി. ദളങ്ങൾ വാടും പനിനീർപ്പൂ പോൽ മുഖങ്ങൾ പലതും നരച്ചുപോയി. രോഗവും മേധസ്സും ജീവിത ഭാരവും വിരുന്നുകാരെ പോലിടയ്ക്കു വന്നു. രോഗവും മേധസ്സും ജീവിത ഭാരവും വിരുന്നുകാരെ പോൽ ഇടയ്ക്കു വന്നു. പങ്കാളികൾ ചിലർ മാഞ്ഞുപോയി, ജീവനിൽ ശൂന്യത കൂട്ടുവന്നു. പങ്കാളികൾ ചിലർ മാഞ്ഞുപോയി, ജീവനിൽ ശൂന്യത കൂട്ടുവന്നു. ജീവനിൽ ശൂന്യത കൂട്ടുവന്നു. എന്നും താങ്ങായി നിന്നിടുവാൻ
കൂട്ടുകാർ മാത്രമുണ്ടീയുലകിൽ എന്നും താങ്ങായി നിന്നിടുവാൻ. കൂട്ടുകാർ മാത്രമുണ്ടീയുലകിൽ ബന്ധങ്ങൾ ബന്ധനമായിടുമ്പോൾ സൗഹൃദമല്ലാതെന്തുണ്ടു പാരിൽ. ബന്ധങ്ങൾ ബന്ധനമായിടുമ്പോൾ സൗഹൃദമല്ലാതെന്തുണ്ടു പാരിൽ. സൗഹൃദമല്ലാതെന്തുണ്ടു പാരിൽ. ഒന്നായി നിൽക്കണം നാം എന്നുമേ, ഒന്നായി നിൽക്കണം നാം എന്നുമേ, നമ്മിൽ നമുക്കുള്ള വേദനയിൽ. ഒന്നായി നിൽക്കണം നാം എന്നുമേ, നമ്മിൽ നമുക്കുള്ള വേദനയിൽ. ഒന്നായിട്ടാനന്ദം കൊണ്ടിടേണം നമ്മിലെ സന്തോഷകാലത്തെന്നും. ഒന്നായിട്ടാനന്ദം കൊണ്ടിടേണം നമ്മിലെ സന്തോഷകാലത്തെന്നും. നമ്മിലെ സന്തോഷകാലത്തെന്നും. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് നമ്മൾ വിശിഷ്ട അതിഥികളായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപികമാരായ മറിയക്കുട്ടി ടീച്ചറും ചിന്നമ്മ ടീച്ചറും. ടീച്ചർമാരെ ക്ഷണിക്കുവാൻ പോയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേക വിഭവങ്ങളൊക്കെ ഒരുക്കി ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. രണ്ടുപേർക്കും ഞങ്ങളെ കണ്ടപ്പോഴുണ്ടായ ആ സന്തോഷം കണ്ട് ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. സംഗമത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തീർച്ചയായും ഞങ്ങൾ വരും, അവിടെ സമയത്തിന് എത്തിക്കൊള്ളാമെന്ന് രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. ഇന്ന് ഇവിടെ വരികയും ഈ ഉദ്ഘാടന കർമ്മം നടത്തുകയും ചെയ്ത ചിന്നമ്മ ടീച്ചറുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു.